ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആട്ടോ, സവാള ബോണ്ട. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വടയാട്ടോ. ഇത് നല്ല ഇത് മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ഒട്ടും എണ്ണ കുടിക്കുന്നില്ല. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്റ്റ് കേട്ടോ. പുറമേ നല്ല മുരുമുരാന്നും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആട്ടോ ഇരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ടൊരു വലിയ സവാള, ഇത് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് അളവ് അറിയണം എന്നുണ്ടെങ്കിൽ ഇത് 1 കപ്പ് ഉണ്ട് കേട്ടോ. 1 കപ്പിൽ ഫുൾ തുളുമ്പയാണ് ആ സവാള അരിഞ്ഞത് വന്നേക്കുന്നത് കേട്ടോ. ഇത് 250 ml 1 കപ്പാട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഇത് നമ്മൾ കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഞെരുന്നതനുസരിച്ചിട്ട് സവാള നല്ല സോഫ്റ്റ് ആവും. അതുപോലെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങുകയും ചെയ്യും കേട്ടോ. ഇതുപോലെ ആയിട്ട് ആക്കി വെക്കണ്ട. ഇപ്പോൾ നല്ല എതള് പോലെ ആയിട്ടുണ്ട്. അതുപോലെ സവാള നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് കേട്ടോ. എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക്. അപ്പോൾ ഞാൻ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുന്നതാണ്. അപ്പം ഒരുപാട് അങ്ങോട്ട് എരിവ് വരത്തില്ല ഇതിൻ്റെ അകത്ത്. ഇതൊരു ടിപ്പാട്ടോ. നമ്മൾ ഇതുപോലെ കുഞ്ഞതായിട്ട് അങ്ങ് അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിന് അത്ര എരിവ് വരത്തില്ല. എന്നാൽ പച്ചമുളകിൻ്റെ നല്ല ടേസ്റ്റും ഉണ്ടാവും. കുറച്ച് കറിവേപ്പില, അതൊന്നിങ്ങനെ പിച്ചി കീറിയിടാം കേട്ടോ. അങ്ങനെ കീറിയിടുമ്പോൾ നല്ല ഒരു കറിവേപ്പിലയുടെ ഫ്ലേവർ ഇറങ്ങും. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞത്, 1 നുള്ള് ബേക്കിംഗ് സോഡ, 1 നുള്ള് ചേർത്താൽ മതി കേട്ടോ. അധികം ഒന്നും ചേർക്കരുത്. 1 നുള്ളെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതാട്ടോ 1 നുള്ളെന്ന് പറയണത്. ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മൈദയാണ് ചേർക്കുന്നത്. മൈദപ്പൊടി എത്ര ഇട്ടു എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ആദ്യം 1 ടേബിൾ സ്പൂൺ ഇട്ടു, 2, ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, 3, ഇനി ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 4, 5, 6. അപ്പോൾ ഇതിലേക്ക് ഞാൻ 6 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാട്ടോ ചേർത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. 1, ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെള്ളമാട്ടോ ചേർത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ അത് ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. എത്ര വേണമെങ്കിലും ചേർക്കാം. അധികം കിടക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ അത് ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പിച്ചിടുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിച്ചിടുകയെന്നുണ്ടെങ്കിൽ മല്ലിയിലയുടെ നല്ലൊരു ഫ്ലേവർ ഇറങ്ങും കേട്ടോ. മല്ലിയില ഇട്ടതിന് ശേഷം ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഒരു കുഴഞ്ഞ പരുവം കേട്ടോ. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ സ്പൂണിൽ എടുത്തിട്ടാണ് ഇടുന്നത്. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഇടുന്നത്. ഇത് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയം ഹീറ്റിലോട്ടാക്കി വെക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇത് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൽ ചെറിയ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഇത് കുഞ്ഞിതായിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് വരും കേട്ടോ. അപ്പോൾ വലുതാവുന്നുണ്ടെങ്കിൽ വലിയ ബോൾസ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ ഉള്ളൊക്കെ മൂക്കാനായിട്ട് ഭയങ്കര താമസമായിരിക്കും. പുറം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ.
ഇത് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് കണക്കാട്ടോ. ഞാൻ ആ മാവ് ഫുള്ളും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് വറുത്തെടുത്തേക്കുന്നത്. ഇത് എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പലഹാരമല്ലേ ഇത്. ഇത് മിക്സ് ചെയ്ത് വെച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇത് ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് കുറച്ച് മല്ലിയില ചേർത്തല്ലോ, അതിൻ്റെ ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇതിന് മുന്നേ നിൽക്കുന്നത്. അപ്പോൾ മല്ലിയില കുറച്ച് അധികം ചേർക്കാൻ നോക്കുക, അന്നേരം നല്ലൊരു സ്വാദായിരിക്കും കേട്ടോ ഇതിന്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്